വിശദമായ വാർത്തകളിലേക്കാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമാകാത്തത് പ്രതിസന്ധിയാകുന്നു. ഇന്നലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ ഫിഷറീസിൽ തടഞ്ഞ് വകുപ്പ് വിഭജനം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, റെക്കോർഡ് വേഗത്തിലാണ് സത്യപ്രതിജ്ഞയും മറ്റ് ചടങ്ങുകളും എല്ലാം കഴിഞ്ഞതെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുമ്പോഴും ഇപ്പോഴും വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്തായാലും ഇന്നെങ്കിലും ഈ ഒരു വിഷയത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ ക്യാബിനറ്റിൽ വകുപ്പില്ലാ മന്ത്രിമാരായി തുടരേണ്ടി വരില്ലേ? അരുണിമ, ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ഈ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഒരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ്. 21 അംഗ മന്ത്രിസഭയാണ്. അതിൽ വകുപ്പുകൾ തീരുമാനമായത് വളരെ കുറച്ചു പേരുടേത് മാത്രമാണ്. മറ്റ് പലർക്കും ഇത്തരത്തിൽ ലഭിച്ച വകുപ്പുകളിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ വകുപ്പുകളുടെ ഒരു വീതം വെപ്പ്. അതും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ചർച്ചയായിരുന്നു. ലത്തീൻ സഭയുടെയും അതുപോലെ തന്നെ ധീവര സഭയുടെയും എല്ലാം അഭിപ്രായങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു വകുപ്പ് വിഭജനം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് ഒരു കാരണവശാലും ലീഗിന് നൽകരുത് എന്നുള്ള കടുത്ത നിലപാടിലാണ് ലത്തീൻ സഭയുള്ളത്. മാത്രമല്ല, ഈ മേഖലയെക്കുറിച്ച് അറിവുള്ള ഒരാൾ തന്നെ അതിൻ്റെ മന്ത്രിയാകണം എന്നുള്ളതാണ് ലത്തീൻ സഭ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാവശ്യം. അതായത് മത്സ്യ മേഖലയെക്കുറിച്ച്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളടക്കം പരിഹരിക്കണമെങ്കിൽ മത്സ്യമേഖലയെക്കുറിച്ചും അതുപോലെ തന്നെ തീരദേശ മേഖലയെക്കുറിച്ചും പരിചയമുള്ള, അവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ലത്തീൻ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകരുത് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ലത്തീൻ സഭ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ലീഗ് ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടു നൽകണം എന്നുണ്ടെങ്കിൽ ഫിഷറീസ് വകുപ്പ് ലഭിച്ചേ തീരൂ എന്നുള്ള കടുംപിടുത്തത്തിലാണ് ലീഗ് ഉള്ളത്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരമാണെങ്കിൽ ലീഗിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നു, പകരം ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നു എന്നുള്ളതായിരുന്നു. അവിടേക്കാണ് ലത്തീൻ സഭ ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകരുത് എന്നുള്ള കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. UDF അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പ്രദേശങ്ങളിൽ, അതായത് തീരദേശ കോസ്റ്റൽ മേഖലകളിലെല്ലാം വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ലത്തീൻ സഭയുടെ കൂടി കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയുടെ ആവശ്യങ്ങളെ പാടെ നിരാകരിച്ച് കളയാനും സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധീവര സഭയെ സംബന്ധിച്ചിടത്തോളവും മധ്യ തെക്കൻ ജില്ലകളിൽ വലിയ രീതിയിൽ UDFൻ്റെ വോട്ട് വീതം അല്ലെങ്കിൽ വോട്ട് വിഹിതത്തിൽ ഈ ധീവര സഭയ്ക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ധീവര സഭയും ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് ഘടക കക്ഷികൾക്ക് നൽകുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ ധീവര സഭ ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KC പക്ഷം ചില വകുപ്പുകളിൽ പിടിമുറുക്കുന്നതാണ്. KC വേണുഗോപാൽ അനുകൂലികളായ മന്ത്രിമാർക്ക് ചില പ്രത്യേക വകുപ്പുകൾ അല്ലെങ്കിൽ പ്രധാന വകുപ്പുകൾ നൽകണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പലതവണ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറൽ നടന്നിരുന്നു. ഇത് നമ്മൾ ആദ്യ ദിവസം തൊട്ട് തന്നെ കണ്ടതാണ്. ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ കായിക വകുപ്പ്, ദേവസ്വം വകുപ്പ്, വൈദ്യുതി വകുപ്പ് എന്നീ വകുപ്പുകൾ പരസ്പരം കൈമറിഞ്ഞ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വൈദ്യുതി വകുപ്പ് ലഭിച്ചത് കെ മുരളീധരനാണ്. വട്ടിയൂർക്കാവ് MLA കെ മുരളീധരനാണ്. അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പിൽ താല്പര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് നൽകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. AP അനിൽകുമാർ MLAക്ക് ദേവസ്വം വകുപ്പ് നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് പകരം ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ കായിക വകുപ്പും കെ മുരളീധരന് നൽകിയേക്കും എന്നുള്ളതാണ്. പക്ഷേ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കായിക വകുപ്പിലും ആരോഗ്യ വകുപ്പിലും അദ്ദേഹം
സംതൃപ്തനാകുമോ എന്നുള്ളതാണ് ചോദ്യം. ദേവസ്വം വകുപ്പ് KC പക്ഷക്കാരനായ AP അനിൽകുമാറിന് നൽകുന്നതിലും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പ് ലഭിച്ചതിൽ T സിദ്ദിഖും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും വ്യത്യാസം വരാൻ പക്ഷേ സാധ്യതയില്ല. കൃഷി വകുപ്പ് മാറ്റി അദ്ദേഹത്തിന് മറ്റൊരു വകുപ്പ് നൽകുമോ എന്ന കാര്യത്തിൽ അതിനൊരു സാധ്യത കാണുന്നില്ല. എന്തായാലും നിലവിൽ ഈ ഫിഷറീസ് വകുപ്പ്, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ്, ആരോഗ്യം എന്നീ 3 വകുപ്പുകളിൽ തടഞ്ഞാണ് വകുപ്പ് വിഭജനം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ഇന്നലെ, അതായത് സത്യപ്രതിജ്ഞ 18-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 19-ാം തീയതിയായ ഇന്നലെ തന്നെ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ മുഴുവനും നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുതിയ അതൃപ്തികൾ ഉടലെടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ താല്പര്യക്കുറവുകൾ പരസ്യമായി പുറത്തേക്ക് വരുന്നു എന്നല്ലാതെ നിശ്ചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ UDF-ന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ലീഗിലും ഇത്തരത്തിൽ ചില മന്ത്രി സ്ഥാനങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നാളെ ആദ്യ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഈ പുതിയ സർക്കാരിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനമാണ് നാളെ ചേരാനിരിക്കുന്നത്. അതിന് മുന്നോടിയായുള്ള മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. അപ്പോൾ ഇന്ന് ഈ മന്ത്രിമാരെ തീരുമാനിച്ചുകൊണ്ട് ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിയമസഭയിലേക്ക് ഇവർ എത്താൻ പോകുന്നത് വകുപ്പില്ലാത്ത മന്ത്രിമാരായിട്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു സർക്കാരിൻ്റെ നിയമസഭാ സമ്മേളനത്തിലേക്ക് മന്ത്രിമാർ എത്തുന്നത്, അതായത് ഗസറ്റഡ് വിജ്ഞാപനം പുറത്തിറങ്ങാത്തിടത്തോളം കാലം തീരുമാനമായിട്ടുള്ള വകുപ്പുകൾക്ക് പോലും സാധ്യതയില്ല എന്നുള്ളതാണ്. നമ്മൾ വാക്കാൽ പറയുന്നു ഇന്ന വകുപ്പുകൾ ഇന്ന ആളുകൾക്ക് എന്ന് നമ്മൾ വാക്കാൽ പറയുന്നു എന്നല്ലാതെ ഇപ്പോൾ നിലവിൽ തീരുമാനമായിട്ടുള്ള വകുപ്പുകൾക്ക് പോലും അതിൻ്റെ ആ ഒരു നിയമസാധുത നിലവിൽ വരണമെങ്കിൽ അത് ഗവർണർക്ക് നൽകിയതിന് ശേഷമുള്ള ഗസറ്റഡ് വിജ്ഞാപനം പുറത്തിറങ്ങണം. അപ്പോൾ ആ ഗസറ്റഡ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ നിയമസഭാ സമ്മേളനത്തിന് ഇവരെല്ലാം, മുഖ്യമന്ത്രി ഒഴികെ ബാക്കിയെല്ലാ മന്ത്രിമാരും എത്താൻ പോകുന്നത് വകുപ്പില്ല മന്ത്രിമാരായിട്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മാരത്തോൺ ചർച്ചകൾ നടത്തിയാണെങ്കിലും ഉച്ചയ്ക്ക് മുൻപ് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി ചർച്ചകൾ പൂർത്തിയാക്കുകയും ഗവർണറെ കണ്ട് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ G സുധാകരൻ പ്രോട്ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അതിനുവേണ്ടി ആ ചടങ്ങിന് വേണ്ടി ലോക് ഭവനിലെത്തുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഗവർണറെ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ ഈ മന്ത്രിസ്ഥാന ചർച്ചകൾ പൂർത്തിയാക്കി ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ലോക് ഭവനിൽ എത്തുമ്പോഴേക്കും ഗവർണറെ കാണുകയും ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കാനുമാണ് ശ്രമിക്കുന്നത്. പക്ഷേ നിലവിലെ പടലപ്പിണക്കങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തർക്കങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഇത് എത്ര കണ്ട് സാധ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. ശരി, വ്യക്തമാണ്. എന്തായാലും മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമാകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിസന്ധിയാകുന്നത്. വകുപ്പ് വിഭജനം പൂർത്തിയാക്കി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നൊക്കെയായിരുന്നു ഇന്നലെ ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ഫിഷറീസിലാണ് ഇപ്പോൾ വകുപ്പ് വിഭജനത്തിൽ അനിശ്ചിതത്വം തുടരുന്നത്. എന്തായാലും നാളെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടെങ്കിലും വകുപ്പുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ വിജ്ഞാപനം വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്. VD സതീശൻ മന്ത്രിസഭയുടെ 2ാം മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സംസ്ഥാന സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിർണായകമാകുന്ന പല വിഷയങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ജനപ്രിയ തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിലും ചെയ്യാനിരിക്കുന്ന പദ്ധതികളുടെ സാമ്പത്തിക ആവശ്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. VD സതീശൻ മന്ത്രിസഭയുടെ 2ാം മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുക. സംസ്ഥാന സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ
നിർണായകമാകുന്ന പല വിഷയങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതിലും കൂടുതൽ ജനകീയമായ വിഷയങ്ങളൊക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ജനപ്രിയ തീരുമാനങ്ങൾക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. നാളെയാണ് നിയമസഭാ സമ്മേളനം. ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിലും ചെയ്യാനിരിക്കുന്ന പദ്ധതികളുടെ സാമ്പത്തിക ആവശ്യങ്ങളും ഒക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമേ എന്തൊക്കെ ജനപ്രിയ തീരുമാനങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ടുള്ള സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി എടുക്കുന്നത് എന്നൊക്കെ നിർണായകമാണ്. എന്തായാലും ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും എന്തൊക്കെയായിരിക്കും ആ ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ.